ഹായ് ഓൾ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. ഇതൊരു റമദാൻ വ്ലോഗാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റമദാൻ ഫസ്റ്റിലെടുത്ത വീഡിയോ ആണ് ഇത്. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. എഡിറ്റ് ചെയ്യാനും മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇത് റമദാൻ ഫസ്റ്റിനുള്ളൊരു വീഡിയോസാണ് കേട്ടോ. ആദ്യം തന്നെ തലേന്നാക്കി വെച്ച മസാല ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇറച്ചിയട എന്ന് പറയില്ലേ, ഇറച്ചിയട നാക്കാണ് കേട്ടോ. ഞാനും ഇത്താത്തയും കൂടിയിട്ടാണ് ആക്കുന്നത്. ഉമ്മ അവിടെ നിന്ന് പരത്തുന്നുണ്ട്. മാവ് പരത്തിയിട്ട് ഞാനും ഇത്താത്തയും ഇതേപോലെ കോട്ടാണ്, കോട്ട് മീൻസ് ഇറച്ചിയടക്ക് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് ഇതേപോലെ നമ്മൾ ഇറച്ചിയടക്ക് ഇതേപോലെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. ഇത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ ചൂടാക്കി വെക്കാറുണ്ട്. അതിനുശേഷം മുട്ട പുഴുങ്ങി വെക്കുന്നുണ്ട്. പിന്നെ ഇത് മുട്ട പപ്സിനുള്ള മസാല ആക്കിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ലൈമാക്കാണ്. നോമ്പ് 30-നും അല്ലെങ്കിൽ ലൈം നിർബന്ധമാണ്. അതേപോലെ തന്നെ ടാങ്ക്, ലൈം ഇല്ലെങ്കിൽ ടാങ്ക്, പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ജ്യൂസ്, ഇത് നിർബന്ധമാണ് കേട്ടോ. ലൈം ജ്യൂസ് ഇല്ലെങ്കിലും ലൈം വേണം, എന്നാലേ ആ നോമ്പ് മുറിച്ചതിൻ്റെ ഫീൽ കിട്ടുമെന്ന് പറയില്ലേ, അതേപോലെയാണ് ലൈം കുടിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാ നോമ്പിനും ലൈം ഉണ്ടാവും. പിന്നെ അതിനുശേഷം പിന്നെ റോള്, ഇന്ന് ഇതൊക്കെയാണ് സ്പെഷ്യല്. റോള്, പിന്നെ അതേപോലെ തന്നെ ഇറച്ചിയട, പിന്നെ അതേപോലെ മുട്ട പപ്സ്, ഇതൊക്കെയാണ് ഇന്ന് നോമ്പ് മുറിക്കാൻ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ചാനൽ വർക്ക്ഷോപ്പിൻ്റെ 3ാമത്തെ ബാച്ച് നോമ്പ് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്നറിയിക്കുക. അതേപോലെ എന്താണ് ബുള്ളറ്റ് ചാനൽ എന്ന് വെച്ചാൽ നമ്മളെ ടൈമിനെ മാനേജ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും പറയാറുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് മിസ് ചെയ്യുന്നു, അങ്ങനെ ആവുന്നു, ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ലൈഫിൻ്റെ, അതായത് ഒരു ഡേൻ്റെ എൻഡ് ആകുന്ന സമയത്ത് ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഭയങ്കര ബിസി ആയിട്ടായിരിക്കും ആ ലൈഫ് തോന്നിയിട്ടുണ്ടാവുക. ഒന്നും ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ചിട്ടയായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്താ ആ ലൈഫിൽ, നമ്മുടെ ലൈഫിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു ഡേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മൾ കരിയറിന് വേണ്ടിയിട്ട് അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്തെടുക്കാം, നമ്മുടെ ഹോബീസ്, നമ്മുടെ സ്കിൽസ്, അതേപോലെ തന്നെ
നമ്മുടെ ഫാമിലി കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് എന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് 3 മാസത്തെ ക്ലാസ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ് ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്ന് വിചാരിച്ചിട്ട് 3 മാസം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞു എന്നല്ല. പിന്നെ 3 മാസം കഴിഞ്ഞാലും ആ ബാച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ തുടർന്നുള്ള എല്ലാ ബാച്ചിൻ്റെ കൂടെയും നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റും, നിങ്ങളുടെ ഡൗട്ട് ചോദിക്കാൻ പറ്റും, പിന്നെയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് താഴ്ന്നിട്ടാണെങ്കിൽ അതൊക്കെ ശരിയാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിച്ച് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് നടക്കും കേട്ടോ. വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, വർത്തമാനം പറയും. അതേപോലെ ഇന്ന് നോമ്പ് തുറക്കാൻ പത്തലും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഉറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് ചിലപ്പം ഏകദേശം 12 മണി 1 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ റമദാൻ വ്ളോഗ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.